പട്ടി നക്കിയ ലാസറും വന്ന വഴി മറന്ന സജി പാച്ചറും. ഏറ്റുമാനൂരിൽ ഷൈനിയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കേരളം വിറങ്ങലിച്ചു നിന്നപ്പോൾ ഈ അവസരം മുതലെടുത്ത് ഞാനും എൻ്റെ കുടുംബവും ആത്മഹത്യാ വക്കിലാണ്, ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് കരഞ്ഞു നിലവിളിച്ച് സ്വന്തം കഥനകഥ പെരുപ്പിച്ച് പറഞ്ഞ് ലോകമെമ്പാടുമുള്ള തരളിത ഹൃദയമുള്ള മലയാളികളെ അക്കൗണ്ട് നമ്പർ കൊടുത്ത് പറ്റിച്ച് കോടികൾ തൻ്റെ അക്കൗണ്ടിലേക്ക് വരുത്തിയ ഒരു തീവട്ടിപ്പാച്ചറുണ്ട് ഈ കേരളത്തിൽ. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് അയാളുടെ രൂപം മനസ്സിലേക്ക് ഓടി വന്ന് കാണും. അതെ, ഇതാണ് ആ മുതൽ. സജി പ്ലാച്ചർ, ഉടായ്പ സജി എന്ന് നാട്ടുകാർ വിളിക്കും. സജിയുടെ ആ വർത്തമാനമൊക്കെ കേട്ടാൽ ആരും വീണുപോകും, സംശയിക്കില്ല. എൻ്റെ വീടും സ്ഥലവുമെല്ലാം ജപ്തിയുടെ വക്കിലാണ്, ഉള്ളതുപോലെ നിങ്ങൾ തന്ന് സഹായിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ മരിച്ചുകളയും എന്നൊക്കെ പറഞ്ഞപ്പോൾ കരഞ്ഞപ്പോൾ അത്താഴപ്പട്ടണിക്കാരന്മാർ വരെ ഈ ഉടായ്പ പെന്തക്കോസ്തുകാരന് പണം അയച്ചു കൊടുത്തു. സങ്കടം വന്നിട്ട് കോടികളുടെ ഭൂസ്വത്തും വലിയ വീടുമൊക്കെയുള്ള ആളാണ് ഈ സജി എന്ന പെന്തക്കോസ്തുകാരൻ. കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷം വളരെ മോശമായതിനാലാണ് തൻ്റെ വലിയ കോൺട്രാക്റ്റിംഗ് ബിസിനസ് എല്ലാം പൊളിഞ്ഞത് എന്നും പറഞ്ഞായിരുന്നു ഇദ്ദേഹത്തിൻ്റെ രംഗപ്രവേശം. എന്നാൽ ഭൂലോക ഉടായ്പായ ഈ മനുഷ്യന് ഒരു പ്രാവശ്യം ആരെങ്കിലും വർക്ക് കൊടുക്കുന്നവർ പിന്നീട് കൊടുക്കുകയില്ല. കാരണം ദൈവവചനം പറഞ്ഞുകൊണ്ട് തന്നെ കൊലയോടെ അറുത്തോണ്ട് പോകും. അതാണ് കക്ഷിയുടെ സ്വഭാവം. സജി തോമസിന് കടം വന്നതിൻ്റെ പ്രധാന കാരണം ആൺമക്കളെ വിദേശത്ത് വിട്ട് പഠിപ്പിച്ചു. പെൺമക്കളൊന്നുമില്ല. ഒരു മകനെ UK വിട്ട് പഠിപ്പിച്ചു. ഈ അടുത്ത കാലത്ത് നല്ല ജോലിയും കിട്ടി. രണ്ടാമത്തെ മകനെയും അപ്രകാരം വിദേശത്ത് വിട്ടു. സജി ഭൂമിയെ കുനിഞ്ഞിപ്പോൾ യാതൊരു പണിയും ചെയ്യില്ല. പിന്നെ ഇവിടുന്ന് കാശ് വരാൻ? സജിക്ക് നിവൃത്തിയില്ലെങ്കിൽ പിന്നെ മക്കളെ വിദേശത്ത് വിട്ട് പഠിപ്പിച്ചത് എന്തിനാണ്? നാട്ടിലെല്ലാവരും മക്കളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണോ? വല്ലവൻ്റെയും വയറ്റിലെ അമേദ്യം കണ്ടുകൊണ്ട് വീട്ടിൽ പട്ടിയെ വളർത്തണോ? ഇനി നിവൃത്തിയില്ലെങ്കിൽ ആ വീടും സ്ഥലവും അങ്ങ് വിൽക്കുക. മക്കൾ ആമ്പിള്ളാരല്ലേ, അവർ ജോലിക്കാരായി അത് തിരികെ പിടിക്കട്ടെ. അതല്ലേ അന്തസ്. കച്ചവടം പൊട്ടിയെങ്കിൽ അത് കയ്യിലിരിപ്പ് കൊണ്ടാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. അതിന് നാട്ടുകാർ എന്തു പിഴച്ചു? കാശ് വന്നപ്പോൾ ഇയാൾ നാട്ടുകാർക്കാണോ അത് നൽകിയത്? അല്ലല്ലോ. പാച്ചറായതുകൊണ്ട് തന്നെ നാക്കിന് നല്ല വഴക്കമുള്ളത് കൊണ്ട്, ഇരക്കാൻ യാതൊരു നാണവും മടിയുമില്ലാത്തത് കൊണ്ട് വൃത്തിയായി ഇരുന്നു കോടികൾ അക്കൗണ്ടിലേക്ക് നിമിഷ നേരം കൊണ്ട് വരികയും ചെയ്തു. ഇവൻ ഭൂലോക ഉടായ്പാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ എനിക്ക് കിറ്റക് സാബുമായി പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ ഈ തീവട്ടിപ്പാച്ചർക്ക് അദ്ദേഹം കോട്ടയത്തിൻ്റെ കോർഡിനേറ്റർ എന്ന വലിയ പദവി നൽകി. വേദിയിൽ വരെ പ്രമുഖ സ്ഥാനം നൽകി. ഇയാളുടെ ഇല്ലക്കവും ദാരിദ്ര്യവും കേട്ട് സാബു ജേക്കബ് ഇയാളുടെ കടമെല്ലാം വിട്ടിക്കൊടുക്കും എന്ന് കരുതിയെങ്കിലും സാബു പെട്ടെന്ന് സഹായിച്ചില്ല. കാശ് കിട്ടില്ല എന്ന് കണ്ടപ്പോൾ സാബുവിനെ തെറിയും പറഞ്ഞിപ്പോൾ നടക്കുകയാണ്. ഇവനാണ് സുവിശേഷം വിളമ്പുന്നത്. ഒരു ചാനലിൽ സുവിശേഷവും മറ്റൊരു ചാനലിൽ തെണ്ടലുമായി, രണ്ട് ചാനലിലുമായി നടക്കുന്ന ഈ സജി തോമസിൻ്റെ ഉടായ്പകളെക്കുറിച്ച് ഞങ്ങളെ പലരും വിളിച്ചറിയിച്ചപ്പോൾ ഞങ്ങളത് വിട്ടുകളയുകയാണ് ചെയ്തത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇയാളുടെ വചനക്കച്ചവട ചാനലിൽ പട്ടി നക്കിയ ലാസർ എന്നൊരു പ്രയോഗം ഇയാൾ നടത്തുന്നത് കണ്ടപ്പോൾ ഞങ്ങളുടെ സകല നിയന്ത്രണവും വിട്ടുപോയി. ജീവിതം നായ നക്കി കിടന്നപ്പോൾ സഹായിച്ച ലാസർമാരെ ഇയാൾ മറന്നുപോയി. ലാസറിനേക്കായാലും ഗതികെട്ട അവസ്ഥയിൽ കിടന്ന ഈ തീവട്ടിപ്പാച്ചർ നാട്ടുകാരോട് നാണമില്ലാതെ ഇരുന്ന് കിടപ്പാടം പോകില്ലെന്നും ആവശ്യത്തിന് ബാങ്ക് ബാലൻസ് ഉണ്ടെന്നും കണ്ടപ്പോൾ ഇപ്പോൾ ലാസറിനോട് പരമപുച്ഛം. ഈ കള്ളപ്പാച്ചർ നിങ്ങളെ ദാരിദ്ര്യം പറഞ്ഞ് ശാസ്ത്രീയമായി പറ്റിച്ചതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആരും ഇനി ഇവൻ്റെ കരച്ചിലിൽ വീഴരുത്. തെണ്ടൽ ഒരു തൊഴിലായി ഇയാൾ മാറ്റിയിരിക്കുകയാണ് എന്ന് നിങ്ങൾ ദയവായി മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇവൻ്റെ പട്ടി നക്കിയ ലാസറിൻ്റെ ആ സുവിശേഷം കേൾക്കാം. ചിലരുടെ ഭൂമിയിലെ വിശ്വാസികളുടെ മാതൃക എന്ന് പറഞ്ഞാൽ ഈ പട്ടി നക്കി കിടക്കുന്ന ലാസറാണ്. പട്ടി നക്കി കിടക്കുന്ന ലാസർ എൻ്റെ മാതൃക. അവരുടെയൊക്കെ ജീവിതത്തിൽ കഷ്ടം മാറുമോ? അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ഭാര്യ ഒരു ദിവസം കരഞ്ഞോണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു, സാധനം പലചരക്കടയിൽ നിന്ന് മേടിക്കുന്ന ഈരാറ്റുപേട്ടയിലെ കടക്കാരൻ ഇനി പൈസ കൊടുക്കാതെ സാധനം തരില്ല. തന്നെയുമല്ല, വീട്ടിൽ അരിയില്ല, സാധനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നാളെ കഞ്ഞി വെക്കാനുള്ള സാഹചര്യം എൻ്റെ വീട്ടിലില്ല എന്നെൻ്റെ ഭാര്യ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. 4ാമത്തെ പ്രാവശ്യം ഈ മനുഷ്യൻ വിളിച്ചപ്പോൾ ഞാൻ എടുത്തു. ഞാൻ പറഞ്ഞു, സാറേ എന്ന് വിളിച്ചത് ഞാൻ കരഞ്ഞു. ഞാനൊരു പച്ച മനുഷ്യനാണ്. ഞാൻ കരഞ്ഞു. സാറ് ചോദിച്ചു, എന്നാ സജി പ്രശ്നം? ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ വീട്ടിൽ അരിയില്ല സാറേ, ഞാൻ നാട് നന്നാക്കാൻ നടക്കുക. ഇവിടെ ഒരു മനുഷ്യൻ കേരളം വലുതാക്കാൻ പോവുക, ഞാൻ അയാളുടെ കൂടെ നടക്കുക.
സാർ എന്നോട് പറഞ്ഞു ഫോൺ പൈസ ചെയ്ത് പറഞ്ഞു. ഞാൻ ഓർത്തു അത് പിണങ്ങി. 10 മിനിറ്റ് കഴിഞ്ഞപ്പം എവിടെ നിന്നാന്ന് അറിയത്തില്ല, ഞാൻ സാറിൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടില്ല, ഒന്നും അറിയത്തില്ല, 10,000 രൂപ വന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് വീണു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് ഇന്ന് വൈകിട്ട് നിങ്ങളുടെ വീട്ടിൽ അരിയില്ല, എനിക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല സജി, അതുകൊണ്ട് 10,000 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് അന്ന് എൻ്റെ വീട്ടിൽ അരി മേടിച്ചു. ഇനി വന്ന വഴി മറന്ന അരി മേടിക്കാൻ വെച്ച കാശ് വരെ എടുത്ത് സജി തോമസിന് കൊടുത്ത, ലാസർമാരെ പൂജിച്ച സജി പ്ലാച്ചറെ, വന്ന വഴി മറന്നുപോയ ഇയാളെ ചില യാഥാർത്ഥ്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ശ്രീ റോണി. പട്ടി നക്കിയ ലാസർമാരെ പലർക്കും പുച്ഛമായി തോന്നുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് പ്രോസ്പെരിറ്റി ഗോസ്പൽ സംസാരിക്കുന്ന പലർക്കും ഏറ്റവും വെറുപ്പായി തോന്നുന്ന ഒരു വ്യക്തിയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പറയുന്ന ലാസർ. ഈ ധനവാന്റെയും ലാസറിൻ്റെയും കഥയിലെ ലാസർ പലർക്കും പരാജിതനും പലർക്കും ശപിക്കപ്പെട്ടവനുമായിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് പലരും സംബോധന ചെയ്യുന്നത്. സജി പാസ്റ്ററുടെ ഭാഷയിൽ പറയുന്ന ഈ പട്ടിനക്കി ലാസർ ധനത്തോടും ധനസമ്പാദനത്തിനോടും ആർത്തിയുള്ള ഒരു വ്യക്തിക്കും ലാസറിനെ പോലെ ഉള്ള ഒരു മനുഷ്യനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. ബൈബിൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ലാസറിന് കോടികളുടെ കോൺട്രാക്ട് വർക്ക് ഇല്ലായിരുന്നു, വീടും ഏക്കർ കണക്കിന് സ്ഥലങ്ങളും ഇല്ലായിരുന്നു. ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയാലും ജനങ്ങളിൽ നിന്ന് കാശ് ചോദിപ്പാനും മേടിപ്പാനും ഒരു യൂട്യൂബ് ചാനൽ പോലും ഇല്ലായിരുന്നു. ഇവിടെ സജി പാസ്റ്റർ ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ആരെങ്കിലും പട്ടി നക്കി ലാസറിനെ മാതൃകയാക്കുമോ? ഇനി അഥവാ ആരെങ്കിലും മാതൃകയാക്കിയാൽ അവരുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ മാറുമോ? ഈ സജി പാസ്റ്ററുടെ അഭിപ്രായത്തിൽ ജീവിതത്തിൽ കഷ്ടം പാടില്ല, ജീവിതത്തിൽ കഷ്ടം ഉണ്ടാകുന്നവരെല്ലാം പട്ടി നക്കിയ ലാസറാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. സജി പാസ്റ്ററിൻ്റെ കാര്യം മാത്രമല്ല, പല പാസ്റ്റർമാരുടെയും ചിന്താഗതി ഇതുപോലെ തന്നെയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് ഇതുപോലെയുള്ള പാസ്റ്റർമാർ വിലയിരുത്തുന്നത് ഈ ധനവാനായ മനുഷ്യനെ പോലെ മനോഹരമായ വസ്ത്രങ്ങൾ ധരിക്കാൻ അവസരമുള്ളതും, പാർക്കാൻ മനോഹരമായ കൊട്ടാരങ്ങളുള്ളതും, അകമ്പടി സേവിക്കാൻ ധാരാളം വേലക്കാരുള്ളതും, ഇങ്ങനെ സമ്പന്നതയുടെ നടുവിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയും ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളെന്നാണ്. ജീവിതത്തിൽ ശപിക്കപ്പെട്ടവർ എന്ന് പറയുന്നത് രോഗത്താൽ വലയുന്നവർ, കഴിക്കാൻ ആഹാരമില്ലാത്തവർ, കയറിക്കിടക്കാൻ നല്ലൊരു വീടില്ലാത്തവർ, വല്ലവരും കഴിച്ചിട്ട് കളയുന്ന എച്ചിലുകൾ അതിൽ നിന്ന് വാരിയെടുത്ത് കഴിക്കുന്ന ആൾക്കാർ, ശരീരത്ത് പലയിടത്തും വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞവർ, ചുരുക്കം പറഞ്ഞാൽ ഇവരുടെ ഭാഷയിൽ ദൈവം കൈവിട്ടവർ. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ധനവാന്റെയും ലാസറിൻ്റെയും ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് ജീവിതത്തിൽ കഷ്ടം അനുഭവിക്കുന്നവരെ എന്തുകൊണ്ട് മാതൃകയാക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന കാര്യത്തിലാണ്. ചിലർ മാറാരോഗികളായി തങ്ങളുടെ ജീവിതത്തിൽ കഷ്ടപ്പെടുമ്പോൾ അവരെ തങ്ങളുടെ ജീവിതത്തിൽ മാതൃകയാക്കാൻ പറ്റില്ല എന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പറയുന്നത്? ഒരാളെ മാതൃകയാക്കേണ്ടത് അവരുടെ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ? റോമാലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന്. അതുകൊണ്ട് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഇവിടെ പറയുന്നു നിങ്ങളുടെ കഷ്ടതയാണ് നിങ്ങളിൽ വലിയ പ്രത്യാശ ഉളവാക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ പൗലോസ് പറയണമായിരുന്നു സമ്പന്നത പ്രത്യാശ ഉളവാക്കുന്നു എന്ന്. അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഈ ധനവാന്റെയും ലാസറിൻ്റെയും കഥ പറയുമ്പോൾ അവിടെ മറ്റൊരു കാര്യം വളരെയധികം പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ പ്രാധാന്യം അറിയിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഈ ധനവാന്റെ പേര് ഒരിടത്തും പറയുന്നില്ല. പക്ഷേ മാനുഷികമായിട്ടുള്ള കണ്ണുകളിൽ നോക്കുമ്പോൾ, അല്ലെങ്കിൽ സജി പാസ്റ്ററെ പോലെയുള്ള ആളുകളുടെ വീക്ഷണത്തിൽ, അതുപോലെയുള്ള പല പാസ്റ്റർമാരുടെയും വീക്ഷണത്തിൽ ശപിക്കപ്പെട്ടവൻ, പട്ടികൾ നക്കുന്നവൻ, ആർക്കും മാതൃകയാക്കാൻ കഴിയാത്തവൻ എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ പേര് അവിടെ പറയുന്നുണ്ട്. അതാണ് ലാസർ. എനിക്ക് ഈ സജി പാസ്റ്ററോട് ചോദിക്കേണ്ടത്, എന്തേ ആ ധനവാന്റെ പേര് അവിടെ പറയാതെ പോയി? ഞാൻ വിശ്വസിക്കുന്നത് ആ ധനവാൻ ദൈവത്തിൻ്റെ കണ്ണിൽ ആരും അല്ലായിരുന്നു. ദൈവം അവനെ അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നുള്ളതാണ്. അല്ലായിരുന്നെങ്കിൽ ഇതുപോലെയുള്ള വിശുദ്ധമായിട്ടുള്ള ഒരു ബൈബിളിൽ അവൻ്റെ പേര് ഒന്ന് പരാമർശിച്ചെങ്കിലും പോയേനേമായിരുന്നു. ഇന്ന് ഈ
പ്രോസ്പെരിറ്റി ഗോസ്പൽ സംസാരിക്കുന്ന താരു അടക്കമുള്ള, ഇപ്പോൾ ഈ സജി പാസ്റ്റർ അടക്കമുള്ള വ്യക്തികളോട് ഞാൻ നേരത്തെ ചോദിച്ച അതേ ചോദ്യം തന്നെ ഞാൻ വീണ്ടും ചോദിക്കുന്നു. എന്തുകൊണ്ട് ധനവാന് ഒരു സ്വർഗീയ ജീവിതം കിട്ടിയില്ല? ധനവാൻ ചെയ്ത തെറ്റെന്താണ്? നിങ്ങളുടെ കണ്ണുകളിൽ വൻ പരാജയമായിരുന്ന, ശപിക്കപ്പെട്ടവനായിരുന്ന, പട്ടി നക്കിയ ലാസർ നിത്യമായ ഒരു സ്വർഗീയ വാസത്തിന് എങ്ങനെ അർഹനായി? സമയം കിട്ടുമ്പോൾ പലർക്കും ഇത് ആലോചിച്ച് നോക്കാവുന്നതാണ്. എന്നാൽ സജി പാസ്റ്ററിനോട് ഒരു കാര്യം പറഞ്ഞോട്ടെ. ആർക്കും വേണ്ടാത്ത ലാസറിനെ പോലെ എളിമ ജീവിതം, അല്ലെങ്കിൽ താഴ്ന്ന ജീവിതം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷയിൽ പറയുന്ന ഈ പട്ടി നക്കിയ ജീവിതം നയിക്കുന്ന അനേകരിൽ ലോകത്തുണ്ട്. അവരൊരു വലിയ കൂട്ടമൊന്നും ആയിരിക്കില്ല, അവരൊരു ചെറിയ കൂട്ടമായിരിക്കും. അതായത് നിത്യമായ സ്വർഗീയ വാസത്തിൻ്റെ ആ ആനന്ദം അല്ലെങ്കിൽ ആ അവസരം ഓർക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ കഴിഞ്ഞ് പോകുന്ന, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുന്നവർ, ആ ഒരു ചെറിയ കൂട്ടം ഈ ലോകത്തുണ്ട് എന്ന് താങ്കൾ മറക്കരുത്. ഈ ഭൗമിക ജീവിതത്തിൽ ജഡീകന്മാരായി ജഡത്തിനു വേണ്ടി മാത്രം ജീവിതകാലം മുഴുവനും ജീവിച്ചു തീർക്കാൻ വിധിക്കപ്പെട്ട പലർക്കും അത് മനസ്സിലാകില്ല എന്നെനിക്കറിയാം. പക്ഷെ അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഈ ധനത്തിൻ്റെ ആഡംബരത്തിൻ്റെ സ്കെയിൽ വെച്ച് മറ്റുള്ളവരെ അളന്ന് ഒന്നിനും കൊള്ളാത്തവൻ അല്ലെങ്കിൽ മാതൃകയാക്കാൻ പറ്റാത്തവർ എന്ന് പറഞ്ഞ് ദയവ് ചെയ്ത് അപമാനിക്കരുത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.